എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വിഷു ഫലത്തെക്കുറിച്ച്. 2025 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് ഈ പ്രാവശ്യം വിഷു ആഘോഷിക്കുന്നത്. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. വിഷു സംക്രമം എന്ന് പറയുന്നത് മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ആ മുഹൂർത്തത്തെയാണ് മേട സംക്രമം എന്ന് പറയുന്നത്. ആ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ സമയത്ത് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ചാരവശാലുള്ള മറ്റ് ഗൃഹസഞ്ചാരങ്ങളോ ജാതകഫലമോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് വിഷുഫലം അതൊരു പ്രത്യേകതയാണ്. ഒരു വർഷത്തെ മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന സമയത്ത് മീനം രാശിയിൽ ശനിയും ഇടവം രാശിയിൽ വ്യാഴവും ആണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലവർഷം 1200-ാം ആണ്ട് മീനമാസം 30-ാം തീയതി രാത്രി 3 മണി, അതായത് 3:21 മേടമാസം 1-ാം തീയതി വെളുപ്പിനെയാണ് ആദിത്യൻ്റെ സംക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ ആദിത്യൻ്റെ സംക്രമണം ഉണ്ടാകുന്ന ആ സമയത്ത് ഇടവം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഉള്ള ഒരു സൂചനയാണ്. പല പല കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുക. എന്നാൽ ഒറ്റ കാരണങ്ങൾ കൊണ്ടും ചില ഭാഗ്യങ്ങൾ വന്നു ചേരാം. അതായത് സ്വഭാവദോഷവും പെരുമാറ്റ ചട്ടങ്ങളുടെ ഒരു നൈർമല്യതയും ഒന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ കൂടി വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് മാത്രം സുഖാനുഭവങ്ങൾ, സുഖമായ നല്ല പൊസിഷനുള്ള ജോലി കിട്ടി, ആ ജോലി ഉള്ളതുകൊണ്ട് അങ്ങ് ജീവിക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അല്ലെങ്കിൽ ജോലിയില്ല, വിദ്യാഭ്യാസവുമില്ല, കൊള്ളാവുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റി, അതുകൊണ്ട് കുടുംബം സന്തോഷമായിട്ട് പോകുന്നു എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെ 100 ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പറയുവാൻ കാണും. അതുപോലെ ഒരു ഉദാഹരണമാണ് വിഷു ഫലം. അത് മറ്റ് ഗ്രഹങ്ങളുടെയോ അല്ലെങ്കിൽ ആളിൻ്റെ ജാതകമോ അത് മറ്റ് ഗോചരഫലങ്ങളോ നക്ഷത്രഫലമോ ഇതൊന്നും ഈ വിഷുഫലത്തെ ബാധിക്കുന്നതല്ല. വിഷുഫലം ഇടവം രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു രീതിയാണ് കാണുന്നത്. ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തി തരുന്നതായിട്ട് കാണും. കൂടാതെ ഇതുവരെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നവർക്ക് സ്വയമേ തന്നെ ദേഷ്യം നിയന്ത്രിക്കുവാനും നല്ല നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു വർഷമായിട്ടാണ് വിഷു സംക്രമം കാണുന്നത്. അതുപോലെ തന്നെ തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ച് ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് സാധിക്കാത്ത തൊഴിലായാലും ഏത് കാര്യവും, ഒരു ഗൃഹമായാലും വിവാഹമായാലും ഭൂമി വാങ്ങുന്ന കാര്യമായാലും ഒക്കെ വിഷുഫലം കൊണ്ട് കാണുന്നത് ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ്. എപ്പോഴും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഈ നക്ഷത്രക്കാർ ഈ ഒരു വർഷം വിജയം വന്നു ചേരും. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ സൂചകമാണ്. അതായത് സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ അധികാരികളുടെയോ ഒക്കെ ഗവൺമെൻറ് തലത്തിലായാലും
മറ്റ് പ്രൈവറ്റ് രീതിയിലൊക്കെ ആയാലും ഇടപാടുകാരിൽ നിന്ന് ചില ശത്രുത ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ കരുതലോടുകൂടി വേണം ഈ വിഷുവിന് ശേഷം ഇടവം രാശിക്കാർ തൊഴിൽ രംഗത്ത് ഇടപെടും. പ്രത്യേകിച്ച് സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യുന്നവർ, ബിസിനസ്സാകാം, മറ്റ് പല രീതി സർവീസ് മേഖലയൊക്കെ സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നവർ, കൂടാതെ സഹപ്രവർത്തകരെയൊക്കെ നിർത്തി, ജോലിക്കാരെയൊക്കെ നിർത്തി, കൂടെ നിർത്തി ചെയ്യുന്നവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത മനോഭാവം വർദ്ധിക്കുന്ന രീതിയിൽ സുഹൃത്തുക്കളുടെയോ മറ്റ് ബന്ധുക്കളുടെയോ ഇടപാടുകാരുടെയോ ചില ഇടപെടലുകൾ ഉണ്ടായി സ്ഥാപനങ്ങളോ പ്രവർത്തനങ്ങളോ ഒക്കെ പൊളിഞ്ഞു പോകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രതയോടുകൂടി വേണം ഈ ഒരു വർഷം മുൻപോട്ട് പോകാൻ. വിദേശത്ത് പോകുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു കാലം വരാൻ പോകും. എന്തായാലും ഈ ഇടവം രാശിക്കാർക്ക് അടുത്ത വിഷുവിന് ഉള്ളിൽ കടങ്ങൾ വീടുകയും സാമ്പത്തിക ഉന്നമനത്തിൽ എത്തിച്ചേരുകയും വളരെ ദരിദ്രരായി കഴിഞ്ഞ ആൾക്കാരാണ് എങ്കിൽ പോലും ഏതാനും ദിവസങ്ങൾക്കെങ്കിലും ആഡംബര ജീവിതം നയിക്കുവാൻ സൂചനയുണ്ട്. അത് സുഹൃത്തുക്കൾ മുഖാന്തരമോ ബന്ധുക്കൾ മുഖാന്തരമോ മറ്റ് തൊഴിൽപരമായിട്ടുമൊക്കെ സന്തോഷകരമായിട്ട് ഇപ്പോൾ പറയുന്നത് പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുവാൻ ഒക്കെ ഒരു യോഗമുള്ള ഒരു ഫലമാണ് വിഷുഫലം കൊണ്ട് കാണുന്നത്. ഗൃഹഭാഗ്യവും ഭൂമിഭാഗ്യവും സന്തോഷകരമായ കുടുംബജീവിതവും ഒക്കെ വന്നു ചേരുവാൻ പോകുന്നു. വന്നു ചേരുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ പൊതുവെ ഞാനെന്ന ഭാവത്തെ ഒഴിവാക്കുകയും അല്ലെങ്കിൽ അഹങ്കാരത്തെ ഒഴിവാക്കി മറ്റുള്ളവരോട് ഒരു കരുതലും സ്നേഹത്തോടുകൂടിയും പെരുമാറുകയും ദാനധർമാദികൾ ചെയ്യുകയും വേണം. ക്ഷേത്ര ദർശനം ചെയ്യുക, അത് അവരവരുടെ മത ആചാരപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്താൽ മതി. എല്ലാവരും ക്ഷേത്ര ദർശനം ചെയ്യാൻ പറഞ്ഞാൽ താല്പര്യമില്ലാത്തവരെ അതിൽ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അവരവരുടെ മനോവികാരത്തിന് അനുസരിച്ച് സന്തോഷകരമായിട്ട് ഈശ്വര കർമ്മങ്ങളിൽ ഏർപ്പെടും. സുനിശ്ചിതമായിട്ടും വിജയങ്ങൾ വന്നു ചേരും. രോഗങ്ങളൊക്കെ മാറി, കടങ്ങളൊക്കെ മാറി സമ്പൽ സമൃദ്ധിയിലേക്ക് വരുന്ന ഒരു അനുഭവമായിരിക്കും ഈ വിഷുവിന് ശേഷം അടുത്ത വിഷു വരെ ഈ ഇടവം രാശിക്കാർക്ക് ഉണ്ടാകുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന, കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും.